അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബാഹുബലി 2-ലെ കുറച്ച് മിസ്റ്റേക്ക് ആണ്. സോ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് നോക്കുക. ഈ ഒരു സിനിമയത്തെ മിസ്റ്റേക്ക് കണ്ടെത്തി പറയുന്നുണ്ടെന്ന് വിചാരിച്ച് ഈ സിനിമ ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് നേരെ വീഡിയോ ഓർക്കണം, നിനക്ക് മാസാണ് വേണ്ടത്. കേൾക്കാം, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. അപ്പൊ ഇതിന് ആദ്യത്തെ മിസ്റ്റേക്ക് എവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാഹുബലിയും അതുപോലെ തന്നെ ദേവസേനയും ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ ആദ്യത്തെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു സീൻ നേരെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ദേവസേന വാളോട്ട് വീശിയത് ഒരുത്തനെയാണ്. പക്ഷെ അതിന്റെ 4 പുറമുള്ള ആൾക്കാരെല്ലാം തെറിച്ച് പോകുന്നുണ്ട്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇനി നമുക്ക് അടുത്ത മിസ്റ്റേക്കിലേക്ക് പോകാം. ഈ ഒരു സീൻ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാഹുബലി ദേവസേനക്ക് സത്യം ചെയ്ത് കൊടുക്കുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഇവിടെ കാണും. പക്ഷെ നിങ്ങൾ ഈ സീൻ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാഹുബലി കൈ ഉയർത്തുമ്പോൾ നമ്മുടെ ദേവസേനന്റെ കൈമ രക്തമൊന്നും കാണില്ല. പക്ഷെ ആ കൈ അവിടെ വെക്കുമ്പോൾ ദേവസേനന്റെ കൈമ ഇത്രയും നേരം ഇല്ലാത്ത രക്തം അവിടെ കൈ വെക്കുമ്പോൾ അവിടെ രക്തം വന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണും. അടുത്തതായിട്ട് ബാഹുബലി കുറച്ച് ഡയലോഗൊക്കെ അടിച്ചിട്ട് ഒരുത്തന്റെ തല വെട്ടിയതിനു ശേഷം അവിടെ ദേവസേനനെ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ചെയിന് ബാഹുബലി വാളോട്ട് ഒറ്റ വെട്ടിൽ മുറിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എന്നാൽ ഇവിടെയാണ് എന്റെ ചെറിയൊരു സംശയം വന്നിട്ടുള്ളത്. ദേവസേനയുടെ ചെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തൊട്ട് മുമ്പത്തെ സ്ക്രീനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെയിന് പിന്നെ 2 റിംഗ് ആയി കൈമ 2 റിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ എങ്ങനെയായിരിക്കും ബാഹുബലി കറക്റ്റ് സെന്ററിൽ വെട്ടിയപ്പോൾ ആ സൈഡിലുള്ള റിംഗ് എല്ലാം മുറിഞ്ഞു പോയതെന്നാണ് എന്റെ സംശയം. അല്ല, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബാഹുബലി ആയതുകൊണ്ട് റിങ്ങനെ മുറിഞ്ഞു കൊടുത്തതായി. ബാഹുബലി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പൊ നമുക്ക് നേരെ അടുത്ത മിസ്റ്റേക്കിലേക്ക് പോകാം. എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ. ഈ ഒരു സീൻ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ബാഹുബലി ഇവിടേക്ക് വരുന്നത് ഒരു കയറുമ തൂങ്ങിയിട്ടാണ് ഈ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് അവിടെ ഉള്ള ഒരുത്തന്നെ നല്ല കോൺഫിഡൻസ് കൊടുത്തിട്ട് അവന്റെ കയ്യിൽ ഒരു കത്തി കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന ഒരു സീൻ ഉണ്ട്. ആ ഒരു സീൻ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാഹുബലി വന്ന ഒരു കയറൊന്നും അവിടെ കാണാനായിട്ട് സാധിക്കില്ല. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഇനി നമുക്ക് അടുത്ത മിസ്റ്റേക്കിലേക്ക് പോകാം. ഈ ഒരു മിസ്റ്റേക്ക് എവിടെ വെച്ച് കഴിഞ്ഞാൽ ബാഹുബലിയുടെ കൂടെ ദേവസേന പോകാൻ വേണ്ടിയിട്ട് വഞ്ചിയിൽ കയറുന്ന ഒരു സീൻ ഉണ്ട്. പക്ഷെ ആ ഒരു വഞ്ചിയിലേക്ക് കയറാനുള്ള പലക പൊട്ടി പോയിട്ട് ദേവസേനക്ക് വഞ്ചിയിലേക്ക് കയറാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പൊ തന്നെ ബാഹുബലി വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ബാഹുബലി ഒരു വഞ്ചി കുറച്ച് അടുത്തേക്ക് വെച്ചിട്ട് ദേവസേനയെ ബാഹുബലിയുടെ പുറത്തു കൂടെ കയറ്റിയിട്ട് ആ ഒരു വഞ്ചിയിലേക്ക് എത്തിക്കുന്ന സീൻ ഉണ്ട്. എന്നാൽ എന്റെ സംശയം ഇതല്ല, എന്തായാലും ബാഹുബലി വെള്ളത്തിലേക്ക് ഇറക്കി. അങ്ങനെയാണെങ്കിൽ ആ ഒരു വഞ്ചി അടുത്തേക്ക് വെക്കുകയാണെങ്കിൽ ദേവസേനക്ക് സുഖമായിട്ട് ആ ഒരു വഞ്ചിയിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അല്ല, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്ന് മെയിൻ ആവാൻ നോക്കിയതായിരിക്കും. അടുത്തതായിട്ട് ഇതിന്റെ തുടക്കത്തിലായിട്ട് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ബാഹുബലിയും കട്ടപ്പയും കൂടി ചേർന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ഈ ഒരു സീൻ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബാഹുബലി അവരെ അടിക്കാൻ വേണ്ടിയിട്ട് ചാടിയപ്പോൾ ബാഹുബലിന്റെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ ബാഹുബലിന്റെ കയ്യിൽ ഒരു കോടാലി വന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണും. അല്ല, ചിലപ്പോൾ വേണമെങ്കിൽ ബാഹുബലിക്ക് തോറിന്റെ പവർ കിട്ടിയതായിരിക്കും. അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടതാണ് അവന്മാരെ ഫൈറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവന്മാർ ആദ്യം തന്നെ അവിടെ കടന്നുറങ്ങുന്നുണ്ടാവും. സോ ഇത്രയൊക്കെയല്ലേ നമ്മൾ ഇന്നത്തെ മിസ്റ്റേക്ക് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.